റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കൊച്ചിയിലെ കുഴൽപ്പണവേട്ടയിൽ ആദായനികുതി വകുപ്പ് അന്വേഷണം. പണം കൊടുത്തുവിട്ട മാർക്കറ്റ് റോഡിലെ തുണിക്കട ഉടമ രാജാ മുഹമ്മദിനെ ചോദ്യം ചെയ്തു. പണത്തിന്റെ ഉറവിടം സംബന്ധിച്ച് രേഖകളുണ്ടെന്ന് രാജാ മുഹമ്മദ് മൊഴി നൽകി. ഇന്നലെയാണ് വെല്ലിംഗ്ടൺ ഐലൻഡിന് സമീപത്ത് നിന്ന് 2.7 കോടി രൂപ പിടികൂടിയത്. എസ് ശരൺ നമുക്കൊപ്പം. എസ് ശരൺ, ഇക്കാര്യത്തിൽ ഈ കുഴൽപ്പണവേട്ടയിൽ ആദായനികുതി വകുപ്പിന്റെ അന്വേഷണത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനകം വ്യക്തമായിരിക്കുന്നത്? സുജ, പോലീസ് അന്വേഷണത്തിന് ഒപ്പം തന്നെ ആദായനികുതി വകുപ്പ് കൂടി ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് വെല്ലിംഗ്ടൺ ഐലൻഡിന് സമീപത്ത് നിന്ന് ഒരു ഓട്ടോയിൽ കൊണ്ടുവന്ന 2.7 കോടി അനധികൃത പണം പോലീസ് പിടിച്ചെടുത്തിരുന്നത്. അതിനുശേഷം 2 പേരാണ് കസ്റ്റഡിയിലായിരുന്നത്. അതിൽ കസ്റ്റഡിയിലായ ബീഹാർ സ്വദേശിയോട് ചോദിച്ചപ്പോൾ പോലീസിന് ഇയാൾ മൊഴി നൽകിയത് ഇത് രാജാ മുഹമ്മദ് എന്ന് പറയുന്ന ആൾ തന്നുവിട്ട പണമാണെന്നുള്ളതാണ്. അതായത് കൊച്ചിയിലെ മാർക്കറ്റ് റോഡിൽ തുണിക്കട നടത്തുന്ന ആളാണ് ഈ രാജാ മുഹമ്മദ്. രാജാ മുഹമ്മദാണ് ഈ പണം നൽകിയിരുന്നത്. അതിനുശേഷം ഒരിടത്ത് എത്തിക്കണം, അയാൾക്ക് കൈമാറണം എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. അതിനപ്പുറം ആർക്കാണ് കൈമാറേണ്ടത് എന്നുള്ള കാര്യത്തിലും തന്നെ വ്യക്തത വരുത്താൻ തയ്യാറാവുകയും ചെയ്തിരുന്നില്ല എന്നുള്ളതാണ് ഇയാൾ പറഞ്ഞിരുന്നത്. അതിനുശേഷം ഈ രാജാ മുഹമ്മദിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്ന് തുടരുകയായിരുന്നു. രാജാ മുഹമ്മദിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിനിടയിലാണ് ആദായനികുതി വകുപ്പ് ഇന്നലെ രാത്രി തന്നെ അന്വേഷണം ആരംഭിച്ചു എന്നുള്ളതാണ്. ഇത്തരത്തിലൊരു വിവരം പോലീസിൽ നിന്ന് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്തേക്ക് എത്തുകയും വിവരശേഖരണം നടത്തുകയും ഇതോടൊപ്പം തന്നെ ഈ രാജാ മുഹമ്മദിന്റെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. ആദായനികുതി വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് രാജാ മുഹമ്മദിന്റെ മൊഴി രേഖപ്പെടുത്തുക. അപ്പോൾ ഇയാൾ പറഞ്ഞിരിക്കുന്നത് ഈ പണത്തിന്റെ ഉറവിടം സംബന്ധിച്ച് കൃത്യമായി തന്നെ രേഖകൾ ഉണ്ടെന്നുള്ളതാണ്. അത് ഹാജരാക്കാൻ തയ്യാറാണെന്നുള്ളതും IT ഉദ്യോഗസ്ഥരോട് ഇയാൾ മൊഴിയായി നൽകുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ പരമാവധി വിവരശേഖരണം